ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ പുതിയതായിട്ട് റിലീസായ പ്രാവിൻകോട് ഷാപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് തിയേറ്റർ ഇപ്പോൾ വിടും. അപ്പോൾ ഞങ്ങൾ സ്പീഡപ്പ് ആക്കി ഒരു റിവ്യൂ പറഞ്ഞതാണ് ഗൈസ്. ഇതിനകത്ത് ബേസി ജോസഫാണ് നായകൻ. പിന്നെ സോബിനുണ്ട്, പിന്നെ അതിൻ്റെ ചെമ്പൻ വിനോദും ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ പോസ്റ്ററിനകത്ത് കണ്ടിട്ട് പറഞ്ഞതാണ് ഗൈസ്. എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. കുഴപ്പമില്ല, നല്ല കണ്ടോണ്ടിരിക്കാം, നല്ല രസമുണ്ട്. ഡയറക്ഷനോ? കൊള്ളാം, എല്ലാം കൊള്ളാം. പ്രാവിൻകൂടിന് പേര് പറയാനുള്ള കാരണം എന്താ? പേര് പറയാൻ ഷാപ്പായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു കൊല നടക്കുന്നു. ആ കൊലയ്ക്ക് പിന്നിൽ കഥകൾ നല്ല രസമുണ്ട് കാണാൻ. മൂവി എങ്ങനെയുണ്ട്? കൊള്ളാം. മൂവി എങ്ങനെയുണ്ട്? സൂപ്പർ. ബേസിൽ ജോസഫിന്റെ അഭിനയം അടിപൊളി. സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. ആൻറ്റി, പടത്തിനെ കുറിച്ച് കുഴപ്പമില്ല. ഡയറക്ഷനൊക്കെ കുഴപ്പമില്ല. മൂവി ഇൻട്രസ്റ്റിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, പക്ഷേ ലാസ്റ്റ് ഒരു വല്ലാതെ പടം ഇൻ്റർവെൽ കഴിഞ്ഞ് ഇടയ്ക്ക് കുറച്ച് ലാഗ് ചെയ്യുന്നെങ്കിലും നമുക്ക് കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ബെറ്റർ. പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോളെ, നല്ല ഇടപാട്. ആവറേജിന് മേളിലാണോ? ആവറേജ്. ഓക്കെ. ബേസിന്റെ അഭിനയം? ബേസിലിൻ്റെ അഭിനയാണ് നല്ലത്. അതെ, മെയിൻ ക്യാരക്ടർ അല്ലേ. അതായത് ബേസിലല്ലാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരാ? ചേച്ചിയെ. പടം എങ്ങനെയുണ്ട്? നന്നായിരുന്നു, സർപ്രൈസിങ് ആയിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു, അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ബേസിൽ ജോസഫിന്റെ പടങ്ങൾ മൊത്തം എല്ലാ പടങ്ങളും അത്യാവശ്യം നല്ല കോമഡി ഒക്കെ ഉള്ളല്ലേ? ഇത് കോമഡി ഉള്ള പടമാണോ അതോ ത്രില്ലർ? കോമഡി വർക്കൗട്ട് ആയാലും കുഴപ്പമില്ല, അത്യാവശ്യം ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചില സാധനങ്ങളൊന്നും വർക്കൗട്ട് ആവാതെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയിരുന്നു, പക്ഷേ ത്രില്ലിംഗ് ആയിരുന്നതിന് നമുക്ക് ആദ്യമേ തന്നെ എന്താ പറയുക, നമുക്ക് ഇതായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ആരാ കില്ലർ എന്നുള്ളതെല്ലാം. പിന്നെ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ പേര് വരാനുള്ള കഥ ഫുള്ള് അതിനകത്ത് തന്നെ നടക്കുന്നത്. പ്രാവിൻകൂട് ഷാപ്പിൽ തന്നെയാണ് കഥ ഫുള്ള് നടക്കുന്നത്, അതുകൊണ്ടാണ്. പടം എങ്ങനെയുണ്ട്? ആവറേജ്. ഓക്കെ. ബേസിൽ ജോസഫിന്റെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഫൈൻ. ഡയറക്ഷനോ? ഡയറക്ഷൻ അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഓക്കെ. സോങ്ങും മ്യൂസിക്കും അതൊക്കെ? മ്യൂസിക് ഓക്കെ, സോങ് ഒന്നും ഇല്ലായിരുന്നല്ലോ പ്രത്യേകിച്ച്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആവറേജ്. എങ്ങനെയുണ്ട്? പടം നല്ലതാ. ബേസിൽ ജോസഫിന്റെ അഭിനയമൊക്കെ കൊള്ളാം. ഓക്കെ. പടം ഒരു കോമഡി ആയിരുന്നു, ത്രില്ലർ ആയിരുന്നു? ത്രില്ലറായിട്ടുണ്ട്. ഓക്കെ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പടം എങ്ങനെയുണ്ട്? നല്ല മൂവി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓ നൈസ്, ബേസിലൊക്കെ നൈസ് ആയിരുന്നു. ആവറേജ് അല്ലേ? ആവറേജ്. മ്യൂസിക്കും സോങ്ങും? മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. സോങ് ഇഷ്ടപ്പെട്ടു? സോങ് ഇഷ്ടപ്പെട്ടു, നല്ല മൂവി ആയിരുന്നു. ആവറേജ്. മൂവി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ജംബ വിനോദിന്റെ അഭിനയൊക്കെ എങ്ങനെ? കുഴപ്പമില്ല, ഫൈൻ. ഓക്കെ. ബേസിലും നന്നായിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പുതിയ ബേസിലെ വേറെ പടമായിട്ട് സൂക്ഷ്മദർശിനിയാണോ ഇഷ്ടപ്പെട്ടത്, അത് ഇതാണോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ വെച്ചാൽ സൂക്ഷ്മദർശിനി കുറച്ചും കൂടെ കമ്പാരിസൺ. ഓക്കെ. മ്യൂസിക്കോ? മ്യൂസിക് കുഴപ്പമില്ല, ഫൈൻ. താങ്ക് യു.